കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ നിലാവത്തു പൊൻവേണുവൂതുന്ന മൃദുമന്ത്രണം. പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം. പടി കടന്നെത്തുന്ന പദനിസ്വനം. പുലർനില ചില്ലയിൽ കുളിരിടും മഞ്ഞിൻ്റെ പൂവിതൾ തുള്ളികൾ പെയ്തതാവാ. അലയുമീ തെന്നലൻ കരളിലെ തന്തിയിൽ അലസമായി കൈവിരൽ ചേർത്തതാവാ. മിഴികളിൽ കുറുകുന്ന പ്രണയമാം പ്രാവിൻ്റെ ചിറകുകൾ മെല്ലെ പിടഞ്ഞതാവാ. മിഴികളിൽ കുറുകുന്ന പ്രണയമാം പ്രാവിൻ്റെ ചിറകുകൾ മെല്ലെ പിടഞ്ഞതാവാ. താനേ തുറക്കുന്ന ജാലകച്ചില്ലിൽ നിൻ തെളിനിഴൽ ചിത്രം തെളിഞ്ഞതാവാ. പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. തരളമാം സന്ധ്യകൾ നറുമലർ തിങ്കളിൻ നെറുകയിൽ ചന്ദനം തൊട്ടതാവാ. കുയിലുകൾ പാടുന്ന തൊടിയിലെ തുമ്പികൾ കുസൃതിയാൽ മൂളി പറന്നതാവാ. അണിനിലാത്തിരിയിട്ട മണിവിളക്കായി മനം അഴകോടെ മിന്നി തുടിച്ചതാവാ. അണിനിലാത്തിരിയിട്ട മണിവിളക്കായി മനം അഴകോടെ മിന്നി തുടിച്ചതാവാ. ആരും കൊതിക്കുന്നൊരാൾ വന്നു ചേരുമെന്നാരോ സ്വകാര്യം പറഞ്ഞതാവാ. പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ നിലാവത്തു പൊൻവേണുവൂതുന്ന മൃദുമന്ത്രണം. പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ. അബി, എന്തോ ചാലഞ്ച് റൗണ്ട് ശരിക്കും ചാലഞ്ച് ആയിരുന്നോടാ? ഓ ആണോ? എന്ത് തോന്നി പാടിയിട്ട്? കുഴപ്പമില്ല, പാടി തോന്നുന്നു. ശ്രുതിയൊക്കെ ചേർന്നോ? കുറച്ചൊക്കെ. പറഞ്ഞേ, ഓർക്കസ്ട്ര ഉള്ളപ്പോഴാണോ നിനക്ക് ശ്രുതി ചേർന്നത്, അതില്ലാണ്ടായപ്പോഴാണോ ശരിക്കും ശ്രുതി ചേർന്നത്? ഇല്ലാണ്ടായിരുന്നു. ഇല്ലാണ്ടായിരുന്നപ്പോഴാ ശ്രുതി ചേർന്നത്. അവനറിയാം, കുട്ടിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. മനസ്സിലായി. എന്നാ പിന്നെ ചോദിക്കാല്ലേ? ചോദിക്കാം. ശ്രീനി സാർ, അഭിനവ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇല്ല സാർ, ആദ്യമായിട്ടാണ്. അസാധ്യമായിട്ട് പാടുന്നു.
താങ്ക് യു സാർ. വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു വോയിസും ശൈലിയും. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. താങ്ക് യു സാർ. ആ ചാലഞ്ചിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി 10 on 10 ആണ് എനിക്ക്. അത് ശരിക്കും ആ റൗണ്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത ആ ക്രിയേറ്റീവ് ടീം ആരായാലും ശരി, ഹാറ്റ്സ് ഓഫ് ടു ദം, യുനോ. അത് ചേട്ടാ പൊളി പൊളി. ആദ്യം ഗുഡ് ഗുഡ്. പിന്നെ ഒരു കാര്യം, അഭിനവിന്റെ അടുത്ത് ചോദിച്ചപ്പോ എവിടെയാ ശ്രുതി പോയതെന്ന് ചോദിച്ചപ്പോ ഓർക്കസ്ട്രയോട്, അതൊരു പോയിന്റാണ്. ബിക്കോസ് ഓർക്കസ്ട്രയോട് പാടുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അനുപല്ലവി അസാധ്യമായിട്ട് പാടാൻ പറ്റും, പാടി. ഓർക്കസ്ട്രയോടെ നന്നായി തന്നെ പാടി. ബട്ട് വെറും ഒരു ശ്രുതിയും ഒരു ക്ലിക്കും ഉള്ളപ്പോൾ അസാധ്യമായിട്ട് പാടി, വളരെ പീസ്ഫുൾ ആയിട്ട് പാടി. താങ്ക് യു സാർ. അവസാനവും വലിയ ടെൻഷൻ ഇല്ലാതെ ക്ലീനായിട്ട് പാടി. എന്നാലും ഒരു മൈൻഡിനകത്ത് ഇതാണോ എന്നുള്ളത്. ബട്ട് ഇറ്റ് വാസ് വെരി ക്ലീൻ, വെരി ക്ലീൻ. ഓഫ് കോഴ്സ് കുറച്ച് സംഗതികൾ ചെറുതായിട്ടൊക്കെ സ്ലിപ്പ് ആവും. വെൻ യു സിംഗ് ലൈവ് ഇറ്റ് വിൽ സ്ലിപ്പ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് സോ ബാഡ്. ഇറ്റ് ഈസ് റിയലി റിയലി ഗുഡ്. എനിക്ക് ലൈവ് സിംഗിങ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയത്. വാട്ട് എ ടാലൻറ്റ്, വാട്ട് എ ടാലൻറ്റ്. താങ്ക് യു സാർ. Amazing. And again I am so stunned by this round. I'm going to steal it in some other language. പക്ഷേ റോയൽറ്റി കൊടുക്കും. ഇല്ല, സതീഷിന്റെ പേര് പറഞ്ഞേക്കണേ, മറക്കാണ്ട് പറയാം, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വരുന്നു. ഓക്കെ, താങ്ക് യു ശ്രീനി സർ. താങ്ക് യു സർ. ശരത് സർ. മക്കളെ, എന്തോ സാർ? അഭിനവ ഓ നന്നായിട്ട് പാടി മോനെ. താങ്ക് യു സാർ. കാര്യം എനിക്ക് പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം, നിന്റെ ചിരി എനിക്ക് അത് മിസ്സിങ് ആയിരുന്നു മോനെ. കാര്യം ഇതൊരു ശോകപ്പാട്ടാണോ? അല്ല. മോനൊന്ന് ചിരിച്ച് പാടാമോ പല്ലവി? ചുമ്മാ അതൊരു 2 ലൈൻ പാടിയാ മതി. പിന്നെയും 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 ചിരിക്കാതെ പാടുകടാ നീ. ചിരിക്കടേ, എടാ ചിരിച്ചു പാടണം. ചിരിക്ക് പിന്നെയും മക്കളെ. പിന്നെയും 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 ചിരിച്ചു പാട്. പിന്നെയും പിന്നെയും ആരോക്കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം. അത് പദനിസ്വനം. പദനിസ്വനം. പിന്നെയും അടുത്ത പാടേ, അത് മതി. പിന്നെയും പിന്നെയും പാടിക്കൊണ്ടിരിക്കുക. പിന്നെ പിന്നെയും പിന്നെയും ആരോ നിലാവത്തു പൊൻവേണൂതുന്ന മൃദുമന്ത്രണം. മോനെ, പൊൻവേണൂതുന്ന മൃദു. ആ മൃദുവിനൊരു ഒരു ഗ്ലുമുണ്ട്, ഒരു പുഷ് ഉണ്ട്. ഒരു ഊതുന്ന മൃദു എന്ന് പാടുമ്പോൾ അത് മൃദു അല്ലത്. പൊൻവേണൂതുന്ന മൃദുമന്ത്രം. പൊൻവേണൂതുന്ന മൃദുമന്ത്രണം. മൃദുമന്ത്രണം. മന്ത്രണം. അടുത്ത പിന്നെയും പിന്നെയും ആരോ. പിന്നെയും പിന്നെയും ആരോ. ശ്രുതി മക്കളെ, ആരോ. അത് ശ്രുതി അടുത്ത് പാടുற ആരോ. ആരോ. അതെന്താണ് അവിടെ ഒരു ചളുക്കം? തീ ദാരി ദാനി, അതല്ലേ? പാട്. ആരോ. 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 ആരോ എല്ലാം കണക്റ്റഡ് ആണ് മോനെ. ആ മോനെ അത് പാതി വഴിക്ക് കൊണ്ടുവിടുന്നു, അത് കുഴപ്പമില്ല. നീ ശ്രുതി ഇട്ട ക്ലിക്ക് മാത്രം വെച്ച് പാടുമ്പോൾ നല്ല സുഖമായിരുന്നു കേൾക്കാൻ. നീ കറക്റ്റായിട്ട് ശ്രുതിയിലേക്ക് പല്ലവി അങ്ങോട്ട് പിന്നെയും പിന്നെയും എടുക്കുമ്പോൾ പക്ക ശ്രുതിയിലുണ്ടോ എന്നുള്ളതാണ്. അതാണല്ലോ ചാലഞ്ച്. മോൻ സൂപ്പർ പാടുന്നടാ. താങ്ക് യു സാർ. കലക്കി. താങ്ക് യു ശരത് സർ. ഷാനിക. അഭിനവ് എന്തോ സാർ? നന്നായിട്ട് പാടിയാടാ. താങ്ക് യു സാർ. ഈ പറഞ്ഞ പോലെ എനിക്ക് പല്ലവിയിലാണ് എനിക്ക് കുറച്ച് ശ്രുതി ഔട്ടായതുപോലെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ. പിന്നെ ശരത്തേട്ടൻ പറഞ്ഞ വലിയൊരു പോയിന്റാണ് ഈ ചിരിച്ചുകൊണ്ട് പാടുന്നുള്ളത്. കാരണം ഇത് ഭയങ്കര ഒരു ഹാപ്പി സോങ് ആണ്. അത് ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ ഈസി ആയിട്ട് അഭിനവ് പാടിയിട്ടുണ്ട്. ചിരി വളരെ സുപ്രധാനമാണ് ഈ പാട്ടിൽ. ആ ചിരി ഇല്ലായിരുന്നു, അത് മാത്രമാണ് എനിക്കൊരു കംപ്ലൈന്റ്. പിന്നെ അഭിനവ് അടിപൊളി സംഭവം കേട്ടോ. ശ്രുതി ഒന്നും ഇല്ലാതെ വെറും ക്ലിക്ക് കൊടുത്തപ്പോൾ കറക്റ്റ് ശ്രുതിയിൽ പാടി. വാട്ട് എ മാൻ. തിരിച്ച് ഓർക്കസ്ട്ര വന്നപ്പം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. ബട്ട് യുനോ അതിനും ഒരു കഴിവാണ്. ഇപ്പം ശ്രീനി സാർ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൽ ആ ഒരു ശ്രുതി ഓടണല്ലോ, എന്നാലേ നമുക്ക് ക്ലിക്കിൽ പാടാൻ പറ്റുള്ളൂ.
ക്ലിക്കിനനുസരിച്ച് പാടണം, ഓക്കെ. ബട്ട് ശ്രുതി മനസ്സിൽ കൂടെ ഇങ്ങനെ ഓടണം. ഇവര് ക്ലിക്ക് മാത്രമാണ് തരുന്നതെങ്കിലും നമ്മുടെ ബാക്കിൽ ആ ഒരു തമ്പുരു ആണെങ്കിലും എന്താണെങ്കിലും ആ ശ്രുതി ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ നമുക്കിത് പാടാൻ പറ്റുള്ളൂ. പക്ഷെ ആ ക്ലിക്ക് മാത്രമുള്ള പോർഷനിലൊക്കെ അഭിനവ് നന്നായിട്ട് പാടി. ഒക്കെ ഭയങ്കര രസത്തിൽ തന്നെ പാടി. ക്ലീൻ, ഇവർ പറഞ്ഞ പോലെ തന്നെ ക്ലീൻ സിംഗിങ് ആയിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ മോനെ, അടിപൊളിയായിട്ട് പാടി കേട്ടാ. താങ്ക് യു സാർ. എന്തായാലും നീ സാധാരണ പാടുന്നത് പോലെ അല്ല ഇന്ന് പാടിയത്, അതിലെനിക്കൊരു ഭയങ്കര സന്തോഷമുണ്ട്. അല്ലെങ്കിൽ എന്തും എടുത്തിട്ടാ വരാന്നുള്ളത് നമുക്കറിയാലോ. പിന്നെ എന്ത് കിട്ടിക്കഴിഞ്ഞാലും അത് എങ്ങനെയാണ് പാടണമെന്ന് നമുക്കറിയാലോ. ഇതവന്റെ സ്ഥിരം എന്നുള്ള രീതിയിൽ. പക്ഷെ ഇത് അതിൽ നിന്ന് എന്തായാലും മാറി നിന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ ചെയ്യാം. ചിരി വേണം ഈ ഒരു പാട്ടിന് കേട്ടോ. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. അബി സൂപ്പർ കമന്റ്സ്. ഇനി നമുക്ക് മാർക്ക് ചോദിക്കാം. ഷാനിക്ക 8.5. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ മക്കളെ ഓ 8.5 മാർക്ക്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ശ്രീനി സർ. ഓക്കെ, സോ ടോട്ടൽ 17. അടിപൊളി. താങ്ക് യു ചേച്ചി. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ പാട്ടില് ബ്രെത്ത് പ്ലാൻ ചെയ്തോണോ അല്ല അങ്ങനെ ഈസി ആയിട്ട് പാടിയതാണോ അല്ല എങ്ങനെയാണ്? ബ്രെത്ത് എവിടെയാണ് ശ്വാസം വലിക്കേണ്ടത് എന്നുള്ള കാര്യം പ്ലാൻ ചെയ്തിരുന്നോ? ചെയ്തിരുന്നു. ആര് പഠിപ്പിച്ചു തന്നു? ഞാൻ തന്നെ പഠിച്ചു. Oh, my God, amazing, fantastic. താങ്ക് യു. Thank you, sir. Such a difficult song. ബ്രെത്ത് ഈ പാട്ടിൽ പ്ലാൻ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് ആണ്. ഇറ്റ് ഈസ് വലിയ പാടാ. താങ്ക് യു സാർ. അപ്പൊ എല്ലാ പ്ലാനിങ് ഇതുപോലെ നടക്കട്ടെ. Okay. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. Ni pa ma ga sa sa